നമസ്കാരം. തോന്നിയപടി താരിഫ് ഉൾപ്പെടെയുള്ള ഓരോ നടപടികൾ ലോകരാഷ്ട്രങ്ങളോട് മുഴുവൻ ചെയ്തുകൂട്ടി തന്റെ ഭരണ പരിഷ്കാരങ്ങൾ ലോകത്താകമാനം അടിച്ചേൽപ്പിക്കുകയാണ് ട്രംപ്. ഇതിന്റെ അതിരൂക്ഷമായ പ്രത്യാഘാതങ്ങൾ മറ്റു ലോകരാഷ്ട്രങ്ങൾ മാത്രമല്ല അനുഭവിക്കുന്നത്. അമേരിക്കയും അമേരിക്കയിലെ ജനതയും പോലും ഇതൊക്കെ അനുഭവിച്ചു കഴിയും. എന്നിട്ടും താൻ ചെയ്യുന്നത് മണ്ടത്തരമാണ് എന്ന് മനസ്സിലാക്കാനുള്ള ബുദ്ധി പോലും ട്രംപ് കാണിക്കുന്നില്ല എന്നുള്ളതാണ് അതിശയം. ചൈനയ്ക്കും ഇന്ത്യക്കും മേൽ റഷ്യയുമായുള്ള വ്യാപാര ബന്ധം തുടർന്നു പോകുന്നതിന്റെ പേരിൽ അമിതമായ താരിഫ് അടിച്ചേൽപ്പിച്ചുകൊണ്ട് ട്രംപ് വ്യാപാര കരാറിൽ നിന്ന് പിന്മാറാൻ വേണ്ടി അതിരൂക്ഷമായ സമ്മർദ്ദങ്ങൾ ചെലുത്തുന്നതിനിടയിൽ ട്രംപിന് അവസാന വട്ട താക്കീത് നൽകിക്കൊണ്ട് ചൈന രംഗത്ത് വന്നിരിക്കുകയാണ്. തോന്നിയപടി താരിഫ് ഉൾപ്പെടെയുള്ള ഓരോ നടപടികൾ ലോകരാഷ്ട്രങ്ങളോട് മുഴുവൻ ചെയ്തു കൂട്ടി തന്റെ ഭരണ പരിഷ്കാരങ്ങൾ ലോകത്താകമാനം അടിച്ചേൽപ്പിക്കുകയാണ് ട്രംപ്. ഇതിന്റെ രൂക്ഷമായ പ്രത്യാഘാതങ്ങൾ മറ്റു ലോകരാഷ്ട്രങ്ങൾ മാത്രമല്ല അമേരിക്കയും അമേരിക്കയിലെ ജനതയും പോലും അനുഭവിച്ചു കഴിഞ്ഞു. എന്നിട്ടും താൻ ചെയ്യുന്നത് മണ്ടത്തരമാണ് എന്ന് മനസ്സിലാക്കാനുള്ള ബുദ്ധി പോലും ട്രംപ് കാണിക്കുന്നില്ല എന്നുള്ളതാണ് അതിശയം. ഇന്ത്യക്കും ചൈനയ്ക്കും മേൽ റഷ്യയുമായുള്ള വ്യാപാര ബന്ധം തുടർന്നു പോകുന്നതിന്റെ പേരിൽ അമിതമായ താരിഫ് അടിച്ചേൽപ്പിച്ചുകൊണ്ട് ട്രംപ് റഷ്യയുമായുള്ള വ്യാപാര കരാറിൽ നിന്ന് പിന്മാറാൻ അതിരൂക്ഷമായ സമ്മർദ്ദങ്ങൾ ചെലുത്തുന്നതിനിടയിൽ ട്രംപിന് അവസാന വട്ട താക്കീത് നൽകിക്കൊണ്ട് ചൈന രംഗത്ത് വന്നിരിക്കുകയാണ്. ചൈനയിൽ നിന്നുള്ള ഇറക്കുമതിക്ക് 100% അധിക തീരുവ പ്രഖ്യാപിച്ചതിന് പിന്നാലെ US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന് മറുപടിയുമായാണ് ചൈന ഇപ്പോൾ രംഗത്ത് വന്നിരിക്കുന്നത്. തുടർച്ചയായി ഉയർന്ന തീരുവ ചുമത്തുമെന്ന് ഭീഷണിപ്പെടുത്തുന്നത് ശരിയായ സമീപനമല്ല എന്നും US ഈ നടപടി തിരുത്തണമെന്നും ചൈനീസ് വാണിജ്യ മന്ത്രാലയം പ്രതികരിച്ചു കഴിഞ്ഞു. US ഇങ്ങനെ മുന്നോട്ട് പോയാൽ തങ്ങളുടെ താൽപര്യങ്ങൾ സംരക്ഷിക്കാൻ കടുത്ത നടപടി സ്വീകരിക്കുമെന്നും ചൈന അന്തിമ മുന്നറിയിപ്പ് നൽകി. USന്റെ പ്രസ്താവന ഇരട്ടത്താപ്പിന്റെ ഉദാഹരണമാണെന്നും തുടർച്ചയായി ഉയർന്ന തീരുവ ചുമത്തുമെന്ന് ഭീഷണിപ്പെടുത്തുന്നത് ശരിയായ സമീപനമല്ല എന്നും ചൈനീസ് വക്താവ് പറഞ്ഞു. താരിഫ് യുദ്ധത്തിന് തങ്ങൾ ആഗ്രഹിക്കുന്നില്ല എന്നും അതേസമയം അങ്ങനെയൊന്ന് വന്നാൽ അതിനെ ഭയപ്പെടുന്നില്ല എന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. ഈ നടപടികൾ ചൈനയുടെ താൽപര്യങ്ങൾക്ക് കടുത്ത ദോഷം വരുത്തുന്നതും ഇരുപക്ഷവും തമ്മിലുള്ള സാമ്പത്തിക വ്യാപാര ചർച്ചകളുടെ അന്തരീക്ഷത്തെ ദുർബലപ്പെടുത്തുന്നതാണെന്നും വാണിജ്യ മന്ത്രാലയം വ്യക്തമാക്കി. വ്യാപാര യുദ്ധത്തിൽ ചൈനയുടെ നിലപാട് ഉറച്ചതാണെന്നും തെറ്റായ നടപടികൾ US ഉടൻ തിരുത്തണമെന്നും ചൈന ആവശ്യപ്പെട്ടു. US തെറ്റായ വഴിയിൽ തന്നെ മുന്നോട്ട് പോവുകയാണെങ്കിൽ തങ്ങളുടെ നിയമാനുസൃത അവകാശങ്ങളും താൽപര്യങ്ങളും സംരക്ഷിക്കാൻ ശക്തമായ നടപടികൾ സ്വീകരിക്കുമെന്നും വാണിജ്യ മന്ത്രാലയം പ്രതികരിച്ചു. ഇറക്കുമതിക്ക് 100% അധിക തീരുവ ചുമത്തുന്നതിന് പുറമെ ചില സോഫ്റ്റ്വെയറുകൾക്ക് കയറ്റുമതി നിയന്ത്രണം ഏർപ്പെടുത്താനും അമേരിക്ക തീരുമാനിച്ചിരുന്നു. നവംബർ 1 മുതലാണ് ഇത് പ്രാബല്യത്തിൽ വരുന്നത്. ചൈനീസ് പ്രസിഡന്റ് ഷീ ജിൻപിങ്ങുമായുള്ള കൂടിക്കാഴ്ച റദ്ദാക്കുമെന്നും ട്രംപ് ഭീഷണിപ്പെടുത്തിയിരുന്നു. കൂടിക്കാഴ്ച റദ്ദാക്കിയില്ല എന്നും എന്നാൽ അത് നടക്കുമോ എന്ന് തനിക്ക് അറിയില്ല എന്നും പിന്നീട് ട്രംപ് നിലപാടെടുത്തു. ട്രംപ് ഈ വർഷം ആദ്യം ചൈനീസ് ഉൽപ്പന്നങ്ങൾക്ക് താരിഫ് വർദ്ധിപ്പിച്ചതോടെ ചൈന കയറ്റുമതി നിയന്ത്രണങ്ങൾ ശക്തമാക്കിയിരുന്നു. കാറുകൾ, സ്മാർട്ട് ഫോണുകൾ, മറ്റു പല ഉൽപ്പന്നങ്ങൾ എന്നിവയ്ക്ക് ഉപയോഗിക്കുന്ന അപൂർവ ലോഹങ്ങളുടെയും മറ്റു ചില പ്രധാന വസ്തുക്കളുടെയും ഉൽപാദനത്തിൽ ചൈനയ്ക്കാണ് ആധിപത്യം. ഈ വസ്തുക്കളെ ആശ്രയിക്കുന്ന പല US കമ്പനികളും ഇതോടെ വലിയ പ്രതിഷേധവുമായി രംഗത്തെത്തി. ചൈനയുടെ നടപടിയെയും ട്രംപ് ശക്തമായി എതിർക്കുകയും പിന്നാലെ ഷീ ജിൻപിങ്ങുമായുള്ള കൂടിക്കാഴ്ചയിൽ നിന്ന് പിന്മാറുമെന്ന് ഭീഷണിയും മുഴക്കി. എന്നാൽ ട്രംപിന്റെ നെറികേട് ഇനിയും അവസാനിപ്പിച്ചില്ല എങ്കിൽ യുദ്ധത്തിന് പോലും തയ്യാറാണ് എന്ന തരത്തിൽ ചൈന നിലപാട് ബലപ്പെടുത്തുമ്പോൾ റഷ്യയും കൂടെ ചേർന്നാൽ അത് അമേരിക്കയ്ക്ക് വലിയ തിരിച്ചടിയായി മാറുമെന്ന കാര്യം ഉറപ്പാണ്. ഇനിയെങ്കിലും ട്രംപ് പഠിക്കുമോ എന്ന കാര്യം പക്ഷേ കണ്ടുതന്നെ അറിയണം. ഇസ്രായേലിന്റെ 5 സൈനിക താവളങ്ങളിൽ കനത്ത നാശനഷ്ടം. മോദി വെളിപ്പെടുത്തുന്ന ഇന്ത്യയുടെ വികസനത്തിന്റെ മയക്കുമരുന്ന് വിൽപ്പനയ്ക്കെതിരെ ശക്തമായ നടപടിയെടുത്ത് ഷാർജ പോലീസ്. അമേരിക്കയിലെ സാധാരണ മനുഷ്യരോട് കൂടിയാണ് കോൺഗ്രസിനുള്ളിൽ പങ്കുവയ്ക്കാൻ വി ഡി സതീശൻ ഓപ്പറേഷൻ സിന്ദൂറിൽ ഉപയോഗിച്ച